ഹായ് മുത്തേ, ഇതേടാ തറവാട് എന്ന കഥയുടെ 9ാം ഭാഗമാണ്. ഇതിൻ്റെ മുൻഭാഗങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ വേഗം പോയി അതൊന്ന് കേട്ടിട്ട് വാ. അതിൻ്റെ ലിങ്ക് അമ്മ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ടെലഗ്രാം ഗ്രൂപ്പ്, അതിൻ്റെ ലിങ്കും അമ്മ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടടാ. ബസ് ബ്രേക്ക് പിടിച്ചപ്പോൾ അമ്മയുടെ ആ മാമ്പഴങ്ങൾ എൻ്റെ പുറത്ത് വന്ന് അമർന്നു. ഒന്നുകൂടി ബസ് ബ്രേക്ക് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആശിച്ചു. അതേസമയം ബസ് എടുത്തപ്പോൾ ഞാനൊന്ന് പിറകോട്ട് പോയി. അപ്പോഴും ആ വലിയ ചക്കകൾ എൻ്റെ പുറത്ത് അമർന്നു. ഈ തവണ ഞാൻ നല്ലോണം ഒന്ന് അമർന്നിരുന്നു. കണ്ണ ശ്വാസം മുട്ടുന്നടാ. അതും പറഞ്ഞ് അമ്മ എന്നെ പിടിച്ച് ഒന്നുകൂടി പിറകിലേക്ക് നീക്കിയിരുത്തി. അതെനിക്ക് സൗകര്യമായി. കാരണം ഇപ്പോൾ എൻ്റെ പുറം അമ്മയുടെ അവിടെ അമർന്നാണ് ഇരിക്കുന്നത്. ബസ്സിൻ്റെ ഇളക്കത്തിനനുസരിച്ച് ഞാൻ അമ്മയുടെ അവിടെ പുറം വെച്ച് അമർത്തി അങ്ങനെ ഇരുന്നു. പിന്നെ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയതിന് ശേഷമാണ് ഞാൻ അകന്നത്. ബസ് ഇറങ്ങി ആദ്യം തന്നെ ഞങ്ങൾ പോയത് ചേച്ചി പറഞ്ഞ കടയിലാണ്. കടയിൽ കയറുമ്പോൾ തന്നെ പലതരത്തിലുള്ള, പല സൈസിലും പല കളറിലുമുള്ള അടിവസ്ത്രങ്ങളിട്ട് ഡമ്മികൾ പുറത്തുണ്ടായിരുന്നു. ഞാനതൊക്കെ നോക്കുന്നത് അമ്മ കണ്ടു. അമ്മയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായി. ഉള്ളിലേക്ക് നടക്ക് ചെക്ക, കാഴ്ചകളൊക്കെ പിന്നെ കാണാം. അങ്ങനെ കടയിൽ കയറിയപ്പോൾ ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു. മാഡം, ഏത് ഡ്രസ്സാണ് വേണ്ടത്? അമ്മയിൽ ഒരു നാണമുണ്ടായിരുന്നു. അമ്മ അവിടെ ഇരുന്ന ഒരു ഡമ്മിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അടിവസ്ത്രങ്ങളാണോ? അതെ. അനിയൻ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയുണ്ട്. ഇന്നേഴ്സെല്ലാം മുകളിലാണ്. അനിയനോ? അതെ, ഇത് അനിയനല്ലേ? അമ്മയൊന്ന് ചിരിച്ചു. എൻ്റെ മോന കണ്ണൻ. സോറി, കണ്ടാൽ പറയില്ല. അതാ, എൻ്റെ കൂടെ മുകളിലേക്ക് വന്നോളൂ. ഈ നേഴ്സെല്ലാം അവിടെയാണ്. ഞങ്ങൾ ആ ചേച്ചിയുടെ കൂടെ മുകളിലേക്ക് പോയി. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു കോണ് നിറയെ പലതരത്തിലുള്ള അടിവസ്ത്രങ്ങൾ. എത്രയാണ് മാഡത്തിൻ്റെ സൈസ്? ഞാൻ ആദ്യമായ ഇത് വാങ്ങുന്നേ. സൈസ് അറിയില്ല. ആണോ? എന്നാൽ അളവെടുക്കാം. ശരി, ആ റൂമിലേക്ക് പോകാം. കണ്ണൻ ഇവിടെ നിന്നോട്ടെ. അത് സാരമില്ല, അവനും കൂടി വരട്ടെ. എന്നെ ഒന്ന് നോക്കി ആ ചേച്ചി. അത് വേണോ? സാരിയൊക്കെ ഊരേണ്ടി വരും. അമ്മ, അത് കുഴപ്പമില്ല. എന്നാ വാ. ആ ചേച്ചിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ആ മുറിയിൽ കയറി. മുറി എന്ന് പറയാനാവില്ല, നല്ല വലിപ്പമുണ്ട്. ചേച്ചി ഒരു അളവ് ടേപ്പ് കൊണ്ടുവന്നു. മാഡം, ഈ സാരി തല ഒന്ന് അഴിച്ചിട്ടേ. അമ്മ വേഗം തന്നെ സാരി തലപ്പ് അഴിച്ചിട്ടു. ബ്ലൗസും അരിയിലെ സാരി ചുറ്റും മാത്രമായി അമ്മ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ ചേച്ചി അമ്മയുടെ അടുത്ത് ചെന്ന് ടേപ്പ് പുറകു വശത്ത് കൂടി ചുറ്റി അമ്മയുടെ മേലെ കൂടി ബ്ലൗസിൽ വെച്ച് അളവ് നോക്കി.
അമ്മയുടെ മുഖത്തെ ചമ്മൽ കണ്ട് ചേച്ചി ഒന്ന് ചിരിച്ചു. അളവ് കിട്ടുന്ന ടേപ്പിൻ്റെ ആ ഭാഗം അമ്മയുടെ ആ കൊലയിൽ അമർന്നാണ് നിൽക്കുന്നത്. അതിൽ ചേച്ചിയുടെ 2 കൈയും അമർന്നിട്ടുണ്ട്. ചേച്ചി 36 സൈസ്. ഇപ്പോൾ ഉള്ളിലെന്താ ഇട്ടേക്കുന്നേ? കച്ചയാണോ? അതെ, വെറുതെയല്ല, പിറകിലൊരു കെട്ട് അല്ലേ? ചേച്ചിയുടെ കൈ പിറകിൽ കൂടി പോയപ്പോൾ കച്ചയുടെ കെട്ടിൽ മുട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അറിഞ്ഞതാവും എന്നെനിക്ക് മനസ്സിലായി. കച്ചയൊക്കെ ഇപ്പോൾ ഭയങ്കര വൃത്തികേടാണ് മാഡം. ഒരു ഷേപ്പ് കിട്ടില്ല. പിന്നെ നല്ല ടൈറ്റുമാണ്. ഊരാനും ഇടാനും ഒക്കെ ഭയങ്കര പാടാണ്. ഇനി കപ്പിൻ്റെ സൈസ് എടുക്കാം. കപ്പോ? അതെ, അവ മുഴുവൻ താങ്ങി നിർത്തുന്നത് ബ്രായുടെ കപ്പാണ്. 36 എന്നത് മാറിടത്തിൻ്റെ സൈസാണ്. ചേച്ചി അമ്മയുടെ എല്ലാം അണന്നിട്ട് പല രീതിയിലുള്ള അളവുകളും പറഞ്ഞു. അങ്ങനെ ചേച്ചി അമ്മയുടെ സാരി ചുറ്റും. അങ്ങനെ ആ ചേച്ചി അമ്മയുടെ മടിയിൽ കുത്തിയ സാരി ചുറ്റും അഴിച്ചു കളഞ്ഞു. അങ്ങനെ നിൽക്കുന്ന അമ്മയെ ഞാൻ നോക്കി നിൽക്കുന്നത് കണ്ട് അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി ഇരിക്കുന്ന ചേച്ചി എന്നെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. മേഡം, ഇങ്ങനെ പാവാട വയറിൽ കയറ്റി കെട്ടരുത്. വയറിൽ പാടുവരും. അതിന് എന്ത് ചെയ്യും? അപ്പോൾ ചേച്ചി അമ്മയുടെ പാവാട ഒന്ന് ഇറക്കി അരയിലിറക്കി വെച്ചു. അപ്പോഴാണ് ഞാൻ ആദ്യമായി അമ്മയുടെ പൊക്കിൽ കണ്ടത്. നല്ല വലിയ വട ആ ആലില വയറിന് കൂടുതൽ ഭംഗി നൽകി. അത് ശരിക്കും ഒരു ഉഴുന്നുവടയുടെ പോലെ നല്ലോണം കുഴഞ്ഞു നിൽക്കുന്നു. ആ വടകൾക്ക് നല്ലോണം താഴെയാണ് ഇപ്പോൾ അമ്മയുടെ പാവാടയുള്ളത്. അതിൻ്റെ താഴെ നനുനനുത്ത ചെറിയ രോമങ്ങൾ ഞാൻ കണ്ടു. ആ രോമങ്ങൾ അമ്മയുടെ പാവാടയ്ക്ക് ഉള്ളിലേക്ക് പോകുന്നു. ഞാൻ നോക്കുമ്പോൾ ചേച്ചിയും അമ്മയുടെ വടയിൽ നോക്കി നിൽക്കുകയാണ്. അമ്മയ്ക്ക് ചെറിയ ഒരു നാണം വരുന്നു. കാരണം ഇങ്ങനെയൊക്കെ വേറെ ഒരാളുടെ മുന്നിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാവണം. അമ്മ അളവെടുക്കുന്നില്ലേ? ചേച്ചി ഒന്ന് ഞെട്ടി. നല്ല ഭംഗിയുണ്ട് മേഡം. അമ്മ ഒന്ന് ചിരിച്ചു. മേഡത്തിനെ കണ്ടാൽ കണ്ണൻ മകനാണെന്ന് പറയില്ല കേട്ടോ. അമ്മ എന്നെ നോക്കി കണ്ണുരുട്ടി ചിരിച്ചു. ചേച്ചി ടേപ്പെടുത്ത് അമ്മയുടെ അരിയിൽ നല്ലോണം താഴ്ത്തി ചുറ്റി അളവെടുത്തു. ചേച്ചി നല്ല ഫിഗറാണല്ലോ മാഡം. മോഡൽസൊക്കെ ഇതേ ഫിഗറാണ് മാഡത്തിൻ്റെ. അമ്മയ്ക്കപ്പോൾ മുഖത്ത് നല്ല സന്തോഷമുണ്ടായിരുന്നു. ഇനി സാരി ഉടുത്തോളൂ മാഡം. അമ്മ സാരി ഉടുത്ത് തുടങ്ങിയതും ചേച്ചി അമ്മയെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു വന്നു. അളവെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പല മോഡലുകൾ നോക്കാൻ പോയി. ചേച്ചി കുറേ മോഡലുകൾ എടുത്ത് പുറത്തിട്ടു. അമ്മ അതൊക്കെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. നല്ലത് നോക്കി എടുത്തോ മാഡം. അമ്മ ഒന്ന് സെലക്ട് ചെയ്ത് തരുമോ? ഏതാ എടുക്കേണ്ടത് എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇത് നോക്കിക്കോ, കളർ ഇഷ്ടമായത് എടുത്തോ.
അമ്മയപ്പോൾ ഒരു വെള്ളയും കറുപ്പും എടുത്തു. അത് വേണ്ടമ്മേ, നല്ല കളർ വേറെയുണ്ടല്ലോ. അത് കേട്ട് ചേച്ചി ചിരിച്ചു. ആ, മോനായാൽ ഇങ്ങനെ വേണം. നീ തന്നെ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുക്ക്. എന്നാ കണ്ണൻ്റെ ഇഷ്ടത്തിന് എടുത്തോ. ഞാനതിൽ നിന്ന് പല കളറുകളിലുള്ള അടിവസ്ത്രങ്ങളുമൊക്കെ എടുത്തു. അത് കണ്ട് അമ്മ മുഖത്ത് വിരൽ വെച്ച് എന്നെ നോക്കി നിന്നു. ചേച്ചിയാണെങ്കിൽ ചിരി സഹിച്ചു പിടിച്ചു നിൽക്കുകയാണ്. നീ എന്താടാ, കട തുടങ്ങാൻ പോവാണോ? എനിക്ക് ഇഷ്ടമായത് എടുത്തതാമേ. മഴവില്ലിൻ്റെ നിറം മനസ്സിൽ വെച്ചാണോ മോനെ നീ ഇതൊക്കെ സെലക്ട് ചെയ്തത്? ആദ്യമായി എടുക്കുകയല്ലേ അമ്മേ, അതുകൊണ്ട് ഇതൊക്കെ വാങ്ങിക്കോ. എടാ, ഈ വല പോലത്തെ വേണോ? അതിൽ ചുവപ്പ്, പച്ച, മുന്തിരി കളർ എന്നിവ അങ്ങനെയുള്ളവയാണ്. അതിൻ്റെ കപ്പിൻ്റെ ഭാഗം ഒഴിച്ചാൽ ബാക്കിയെല്ലാം വല പോലെയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ചേച്ചി, ഇതൊക്കെ നല്ലതല്ലേ? ഹസ്ബൻഡ് ഒക്കെ ഇതിട്ട് കണ്ടാൽ. മനസ്സിലായി. പക്ഷേ അമ്മ അച്ഛൻ മരിച്ച കാര്യം പറഞ്ഞില്ല. എന്തായാലും കണ്ണൻ എടുത്തതല്ലേ, ഇതൊക്കെ എടുത്തോളൂ. എനിക്കും സന്തോഷമായി. ഇനി അമ്മയുടെ ഇഷ്ടത്തിനുള്ള നിറം കൂടി എടുക്കാമമ്മേ. അയ്യോ മതി മോനെ, ഇപ്പോൾ തന്നെ ഒരുപാട് കാശ് ആയി കാണും. അത് പേടിക്കണ്ട മേഡം, ഡിസ്കൗണ്ട് തരാം. ഞാനപ്പോൾ അവിടെ കുറേ വള്ളികൾ കിടക്കുന്നത് കണ്ടു. ഇതൊക്കെ എന്താ ചേച്ചി? അതും അടിവസ്ത്രങ്ങളാണ് മോനെ. ഏത്, ഈ വള്ളികളോ? അതെ, ഹണിമൂൺ സമയത്ത് പെണ്ണുങ്ങളിടുന്നതാടാ. അമ്മ, ഇത് ഇടുന്നതും ഇടാത്തതും കണക്കാണല്ലോ. ഞാനത് പിടിച്ച് അമ്മയെ നോക്കി. കണ്ണ, അത് അവിടെ വെച്ചേ. അതൊന്നും വേണ്ട, മനുഷ്യനെ നാണം കെടുത്താൻ. ചേച്ചി അപ്പോൾ പൊട്ടിച്ചിരിച്ചു. എന്നാ വേറെ നോക്കാം. അപ്പോഴാണ് ഞാൻ ഒരു കറുപ്പ് നിറത്തിലുള്ള അടിവസ്ത്രം കണ്ടത്. അതെടുത്ത് നോക്കിയപ്പോൾ കപ്പടക്കം മുഴുവനും വല പോലെയുള്ള തുണിയാണ്. വേണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ഓട്ട. ഓട്ടയ്ക്ക് ചുറ്റും മുത്തുമണികൾ വെച്ചേക്കുന്നു. ഞാനത് എടുത്ത് അമ്മയെ കാണിച്ചു. അപ്പോഴും ചേച്ചി ചിരിക്കാൻ തുടങ്ങി. ഇത് മതി അമ്മേ, നല്ല രസമുണ്ട്. അമ്മ, അയ്യേ, ഇതിൽ ഇവിടെ എന്താ ഓട്ട? ചേച്ചി, അത് ചില കാര്യങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയാണ്. അമ്മ, എന്ത് കാര്യത്തിന്? ചേച്ചി അപ്പോൾ അമ്മയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അയ്യേ, നാണക്കേട്. എന്ത് നാണക്കേട്? ഞാനും ഇത് 2 വാങ്ങിയിട്ടുണ്ട്. ആഹാ, അപ്പോൾ കല്യാണം കഴിഞ്ഞോ? ഇല്ല, ഒരു രസം തോന്നി വാങ്ങിയതാ. പിന്നെ ഇതിട്ടാൽ ഒരു പ്രത്യേക ഫീലാണ്. മേഡം ഒന്ന് വാങ്ങിക്കോ. 1 വാങ്ങാം മമ്മി. ശരി ശരി, നിന്റെ ഇഷ്ടം പോലെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. ഈ കഥയുടെ ബാക്കിയിടാ, ഞാൻ നാളെ തന്നെ ഇടാടാ. മോനെ, അമ്മയുടെ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ തടവിയിരിക്കണേടാ.